വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 30 മുതൽ തുടർച്ചയായി 7 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റാണ് വീശുന്നതെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഗുജറാത്ത് തീരത്തേക്ക് അടുക്കുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായാണ് മഴ കനക്കുന്നത്. ഇത് ഗുജറാത്ത് തീരത്തേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. ഇതിനു പുറമെ കിഴക്കൻ അറബിക്കടലിനും സമീപ കൊങ്കൺ തീരത്തിനു മുകളിലായി ശക്തമായ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും ഇരട്ട പ്രഭാവത്തിൽ ഇന്നും നാളെയും വ്യാപകമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും വടക്കൻ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പ്രവചനമുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നലുള്ള സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും ഒഴിവാക്കണം. മലയോര മേഖലകളിൽ തീരദേശങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. കടൽക്ഷോഭത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളിൽ കടലിൽ പോകരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം 2024 ആഗോള താപനില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചപ്പോൾ പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന അതിശക്തമായ എൽനിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ 2026 ആയിരിക്കും ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമെന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത്. എന്നാൽ പ്രകൃതിയുടെ കണക്കുകൂട്ടലുകൾ മറ്റൊന്നാണ്. പുതിയ നിരീക്ഷണങ്ങൾ അനുസരിച്ച് 2026 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ വർഷമായി അവസാനിക്കാനാണ് സാധ്യത. അതേസമയം 175 വർഷത്തെ ആധുനിക കാലാവസ്ഥാ നിരീക്ഷണ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി 2027 മാറുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ട്രോപ്പിക്കൽ പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിൽ രൂപം കൊള്ളുന്ന രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ എൽനിനോ പ്രതിഭാസത്തിൽ ഒന്നാണ് ഈ വലിയ മാറ്റത്തിന് കാരണം. വർഷങ്ങളായി പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വൻ താപശേഖരം ഇപ്പോൾ സമുദ്രോപരിതലത്തിലേക്ക് ഉയർന്നു വരികയാണ്. ഇത് അന്തരീക്ഷത്തിലേക്ക് അസാധാരണമാം വിധം വലിയ തോതിൽ ഊർജം പ്രവഹിക്കുന്നു. മനുഷ്യനിർമ്മിത ഹരിതഗ്രഹവാതകങ്ങൾ മൂലമുണ്ടാകുന്ന ആഗോള താപനവും ഈ എൽനിനോ പ്രതിഭാസവും ഒന്നിക്കുമ്പോൾ ഭൂമി ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ഉയർന്ന താപനിലയിലേക്ക് ലോകം പോകും. പ്രസിദ്ധമായ 1997-98 കാലഘട്ടത്തിലെ എൽനിനോയേക്കാൾ വ്യാപ്തിയുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിഭാസമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട് സംഭവങ്ങളിലും സമുദ്രത്തിനടിയിലെ താപനില സാധാരണയേക്കാൾ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ പസഫിക്കിന്റെ കൂടുതൽ വിശാലമായ പ്രദേശങ്ങളിലേക്ക് ഈ താപവ്യതിയാനം പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ചൂട് പുറന്തള്ളപ്പെടുകയും കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.